വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കുന്നത് മുരിങ്ങയ്ക്ക, മാങ്ങ, ചെമ്മീൻ. ചോറിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റ് ആയത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. ഇതിപ്പോൾ ഞാനിവിടെ 2 മുരിങ്ങയ്ക്ക എടുത്തേക്കുന്നത്. ഒരു മാങ്ങ നല്ല വിളഞ്ഞതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ കളറ്. പിന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ചെമ്മീൻ നമ്മുടെ ഇഷ്ടത്തിന് ഇടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് ഇതുപോലൊരു കടായിലേക്ക് ഞാനിതൊന്ന് കീറിയിട്ട് കൊടുക്കുവേ. ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ നമ്മളിങ്ങനെ കീറിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് വെന്തും കിട്ടും. ഇതിനകത്തോട്ട് ആ ഒരു എരിവൊക്കെ നന്നായിട്ട് കയറും. വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഓരോ നമ്മുടെ അമ്മമാരങ്ങനെയല്ലേ, വീട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ എടുത്തു വെച്ചിട്ടാണ് കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നല്ലേ. ഇതിപ്പോൾ 2 മുരിങ്ങയ്ക്ക കേട്ടോ. നമ്മൾ വീട്ടിൽ എന്തെങ്കിലും മെമ്പേഴ്സ് ഉണ്ടെന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ സാധനങ്ങളും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കണേ. ഇത് പഴുത്ത മാങ്ങയാന്ന് തോന്നല്ലേ, ഇത് പച്ച മാങ്ങയായിട്ടോ, നന്നായിട്ട് വിളഞ്ഞ മാങ്ങ, അതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. ഇതുപോലെ വിളഞ്ഞ മാങ്ങ കൊണ്ട് ഞാനൊരു പച്ചടി ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. എൻ്റെ ചാനലിൽ അത് കിടപ്പുണ്ട്. നല്ലതാണ് കേട്ടോ. അത് ട്രൈ ചെയ്യണം എല്ലാവരും. തേങ്ങാപ്പാലും ഒക്കെ ഒഴിച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കിയേക്കുന്നത്. സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി, തേങ്ങാപ്പാൽ, അതും നല്ല ടേസ്റ്റാണ്. ഇത് മൂവാണ്ടൻ മാങ്ങയാണേ, അപ്പോൾ ഒരുപാട് അങ്ങ് പുളിയില്ല. അപ്പോൾ ആ പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യണം. ചില മാങ്ങയ്ക്ക് ഭയങ്കര പുളിയാണ്. അപ്പോൾ മൂവാണ്ടൻ മാങ്ങയാകുമ്പോൾ അങ്ങനെ ഓവറായിട്ടുള്ള പുളിയൊന്നുമില്ല, എന്നാൽ ആവശ്യത്തിന് നമുക്ക് പുളി കിട്ടുകയും ചെയ്യുവേ. ഇതിനകത്ത് ഞാൻ അങ്ങനെ ചുവന്ന മുളക് കറിക്കകത്ത് ചേർക്കത്തില്ല, പക്ഷേ താളിച്ചിടുമ്പോൾ ഒരു സ്വല്പം ഇടുവേ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഇതൊന്ന് വേവിക്കണേ, ഉപ്പ് ഇട്ടിട്ട് വേവിക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് തേങ്ങ എടുക്കണേ. ചെറിയൊരു മുറിയുടെ ഒരു തേങ്ങയാണേ. പിന്നെ അതിനകത്തൊരു 4 ചുവന്നുള്ളിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം, ആ ഒരു തേങ്ങയുടെ നെകക്കേ നമ്മൾ വെള്ളം ഒഴിക്കാവുള്ളൂ. ഇതാകുമ്പം കറക്റ്റ് ആയിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. തേങ്ങയും ഉള്ളിയും കൂടെ ഞാൻ ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഫ്ലെയിം കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരു മുരിങ്ങയ്ക്ക ഒരു പകുതി വെന്ത് കഴിയുമ്പോഴേ ഞാൻ പ്രോൺസ് ചേർക്കത്തുള്ളേ. കഴിഞ്ഞ ദിവസം ഞാനൊരു ചെമ്മീൻ മാങ്ങ കറി ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് ഉണക്ക ചെമ്മീനും മാങ്ങയും കൂടെ ചേർന്ന ഒരു കറിയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു ഇങ്ങനെ ഈ ഫ്രഷ് ആയിട്ടുള്ള പ്രോൺസ് കൊണ്ടും കൂടെ കറി ഉണ്ടാക്കി കാണിക്കാൻ മെസ്സേജ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു റിക്വസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടാണ് ഞാൻ ഇതിപ്പോൾ പെട്ടെന്ന് കാണിക്കുന്നത്. ചെമ്മീൻ്റെ കുറേ ഡിഷസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിടയ്ക്ക് നോക്കി ട്രൈ ചെയ്യണം എല്ലാവരും. നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാവേ. നമ്മുടെ മുരിങ്ങയ്ക്ക ഇവിടെ വേവാൻ വെച്ചിട്ട് കുറച്ച് നേരമായി. മുരിങ്ങയ്ക്ക ഒരു പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ സമയം നമുക്ക് ആ ഒരു പ്രോൺസും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. പ്രോൺസ് എടുക്കുമ്പോൾ അതിൻ്റെ ആ മുകളിലത്തെ നാരെടുത്ത് കളയാൻ മറക്കരുത്. ഈ പ്രോൺസും കൂടെ കിടന്ന് ഒരു 5 മിനിറ്റ് വേകണം. അപ്പോഴത്തേനും നമ്മുടെ ആ മുരിങ്ങയ്ക്കായും മാങ്ങയും ആ പ്രോൺസും കൂടെ വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് കൂടെ മതിയേ. ചെമ്മീനൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടുന്നതാണ്, ഒരുപാട് വേഗമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കാം. നമ്മുടെ ചെമ്മീൻ ഇവിടെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ആയി. ഇനി നമുക്കിത് തുറന്ന് നോക്കാവേ. ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുരിങ്ങയ്ക്ക എല്ലാം, മാങ്ങ, മുരിങ്ങയ്ക്ക എല്ലാം കണ്ടോ, ഞാൻ തൊട്ട് നോക്കിയാൽ മതി, എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ മുരിങ്ങയ്ക്കായും ചെമ്മീനും മാങ്ങയും കൂടെ വെന്ത് കിട്ടും കേട്ടോ. ഇപ്പം നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് ചേർത്താൽ മതി. തേങ്ങയും ഉള്ളിയും കൂടെ ഞാൻ ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണേ. ഒഴിച്ചു കറിയല്ലേ, ഒരുപാട് അങ്ങ് കുറുകിയൊന്നും ഇരിക്കരുത് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് നീണ്ടും പോകരുത്. ആവശ്യത്തിന് വെള്ളം നോക്കിയിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി ഒരുപാട് തിളയ്ക്കേണ്ട കാര്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതിയേ. ഒഴിച്ചു കറിയൊക്കെ എപ്പോഴും അങ്ങനെ ഒരുപാട് തിളച്ചിങ്ങനെ കിടക്കേണ്ട കാര്യമില്ല, കാരണം ഇതിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ചാറിൻ്റെ ആ ഒരു തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി ഒന്ന് കിട്ടിയാൽ മതി. ഇത്രയും വെള്ളം മതിയെന്ന് തോന്നുന്നു എനിക്ക്. ഈ ഒരു പരുവത്തിലെടുത്താൽ മതിയേ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല മെഴുക്ക് പുരട്ടി അല്ലെ എന്തെങ്കിലും ഫ്രൈ ഐറ്റംസ് ഒക്കെ ആയിട്ട് ഈ കറി നല്ല പോലെ ചേർന്ന് പോകുവേ. ഏത് ഫ്രൈയും നമുക്കിപ്പോൾ ചെമ്മീൻ തന്നെ ഫ്രൈ ആക്കി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ ബീഫ് ഫ്രൈ എന്ത് വേണേലും ആകാം. നന്നായിട്ടൊന്ന് ആവി വന്നാൽ മതി. നല്ലപോലെ ആവി വരുന്നുണ്ട്, പക്ഷേ നമുക്ക് ഒരു മിനിറ്റ് 2 മിനിറ്റും കൂടെ ഞാൻ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുവേ. ഒരുപാട് അങ്ങ് തിളച്ച് മറിയേണ്ട കാര്യമില്ല. ഈ സമയം നമ്മൾ ഉപ്പൊക്കെ നോക്കിക്കോണേ. ഉപ്പ് നോക്കിയിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർത്തോണേ. ഇത് ഒരുപാടങ്ങ് എരിവുള്ള ഒരു കറിയല്ല കേട്ടോ, കുറച്ച് എരിവ് കുറവാണ്. അത് കാരണം പിള്ളേർ സെറ്റിനാണേലും ഇഷ്ടമാവും. കുറച്ചുകൂടി ഉപ്പ് വേണേ. നമ്മൾ ആ വെള്ളമെല്ലാം ഒഴിച്ച് കഴിയുമ്പോൾ ഒരു ഉപ്പിൻ്റെ കുറവുണ്ടാകും.
ഇപ്പം നല്ല കറക്റ്റായി. ഒരുപാട് പുളിയൊന്നും ഇല്ല, കറക്റ്റ് പുളിയേ ഉള്ളൂ. കാരണം അത് നല്ലപോലെ വിളഞ്ഞ ഒരു മൂവാണ്ട മാങ്ങയായിരുന്നേ, അപ്പോൾ ഒത്തിരി പുളി വരത്തില്ല. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആ ഒരു തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് തളിച്ചിട്ടാൽ മതിയേ. സമയം നമ്മളൊരു സ്വല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചിടണേ. നമുക്കിനി കടുക് പൊട്ടിച്ചിടാനാണേ. അപ്പം നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇതിനൊക്കെ ഇങ്ങനെയുള്ള കറിക്കൊക്കെ, നാടൻ കറികൾക്കൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ നന്നായിട്ട് ചൂടാകണം. ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇടാം. എണ്ണ ചൂടായോന്ന് അറിയാൻ ഒരു കടുക് ഇട്ട് നോക്കിയാൽ മതിയേ. ചൂടായി വരുന്നുണ്ട്. അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കണേ. ചുവന്നുള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ആകണം. ഈ സമയം നമുക്ക് വറ്റൽമുളക് 2 എണ്ണം അതും കൂടെ ആ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് ഫ്രൈ ആകണേ. ചില കറികൾക്ക് ഈ വറ്റൽമുളക് ഇങ്ങനെ കടുക് താളിച്ചിടുമ്പോഴുണ്ടല്ലോ അത് നല്ല ടേസ്റ്റായി. മോരിനകത്തൊക്കെ ഇതിങ്ങനെ ഇടുമ്പം, മോരിന് ചില തോരനുകളിലൊക്കെ അതും കൂടെ ആ എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആയിട്ട് ആ മുളക് കഴിക്കാനൊക്കെ നല്ലതാണേ. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയാണേലും നമ്മൾ കരിയാതെ എടുക്കാൻ നോക്കണേ. ഈ ഉള്ളി കരിഞ്ഞു പോകുമ്പോഴേ കറിക്ക് വേറൊരു ടേസ്റ്റായി പോവേ. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിപ്പം എന്താ ഒരു ലൈറ്റ് ബ്രൗൺ ആയി മതി. നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്വല്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു സ്വല്പം കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. അതിനാണെന്നറിയോ, ആ കറിയുടെ പുറത്ത് ഇത് കിടക്കുമ്പോൾ നല്ല ഭംഗിയാണേ. ഇനി നമുക്കിത് കറിക്കകത്തോട്ട് ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് ഈ കടുക് തളിച്ചത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ കറിയുടെ ഭംഗി നോക്കിക്കോണേ. സ്വല്പം ഗ്രേവി എടുത്ത്, ഇത് പണ്ട് നമ്മുടെ അമ്മമാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. എൻ്റെ അമ്മയൊക്കെ ചെയ്യുമായിരുന്നേ. അതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്താ ഈ ആ ഒരു കാശ്മീരി ചില്ലി പൗഡറും കൂടെ അതിനകത്തോട്ട് നമ്മളൊന്ന് താളിക്കാൻ എടുത്ത് കഴിയുമ്പോൾ കറി ഇങ്ങനെ ഇരിക്കും. ആ ഒരു ഭംഗി കണ്ടോ, ആ ഒരു യെല്ലോയും ആ ഒരു റെഡിഷും എല്ലാം കൂടെ അങ്ങോട്ട് ചേരുമ്പോഴല്ലോ നല്ല ഭംഗിയാണ് കാണാൻ ഭംഗി മാത്രമല്ല അടിപൊളി ടേസ്റ്റ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഞാനൊരു ബൗളിലേക്ക് എടുത്ത് കാണിക്കാവേ. ഒരു 2 മിനിറ്റ് ഞാനിതൊന്ന് അടച്ചു വെക്കും. കാരണം അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ ആ കറിക്കകത്ത് തന്നെ വരുമെന്നാണ് പറയുന്നത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ അമ്മമാർ പറയുന്നതും അല്ലെങ്കിൽ നല്ല അറിവുള്ള ഒരു കുക്കിങ്ങിനെ പറ്റി നല്ല അറിവുള്ളവരൊക്കെ പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കണം കേട്ടോ. കാരണം അത് അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ 2 മിനിറ്റ് അടച്ചു വെക്കുക. അതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കാണിക്കാവേ. നമ്മുടെ മുരിങ്ങയ്ക്ക മാങ്ങ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ ഫ്രൈ ഐറ്റംസ് എല്ലാം പോകും കേട്ടോ. ഫിഷ്, പ്രോൺസ് ആണെങ്കിൽ പ്രോൺസ്, ചിക്കൻ ആണെങ്കിൽ അല്ല ബീഫ്, ഏത് ഫ്രൈ ഐറ്റവും ഇതിൻ്റെ കൂടെ പോകും. പിന്നെ നല്ല അടിപൊളി മെഴുക്ക് പുരട്ടികൾ, നല്ല കൂർക്ക, പയറ്, പിന്നെ ബീട്രൂട്ട്, അങ്ങനെയുള്ള മെഴുക്ക് പുരട്ടി ഐറ്റംസ് ഉണ്ടല്ലോ അതിൻ്റെ കൂടി ഇതും കൂടെ അങ്ങോട്ട് കഴിച്ചാൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എൻ്റെ ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്